നമസ്കാരം. മറുനാടൻ പ്രേക്ഷകർക്ക് സ്വാഗതം. വി ഗോപാലകൃഷ്ണൻ IPS ആണ് നമ്മളോടുള്ളത്. ഏജ് റിട്ടയർഡ് സാർ, നമസ്കാരം. വന്ദേ മാതരം. നമ്മളിന്ന് ഇന്ത്യക്കുള്ളിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത്. മാർച്ച് 13 പട്യാലയിൽ കേണൽ പുഷ്പേന്ദർ സിംഗും അദ്ദേഹത്തിൻ്റെ അങ്കദിനും നേരെ പഞ്ചാബ് പോലീസിലൊരു 12-13 പോലീസുകാർ ചേർന്ന് ബ്രൂട്ടലി അസോൾട്ട് ചെയ്യുന്നൊരു ഇഷ്യൂ ഉണ്ടാകുന്നു. സോ നമ്മളിത് അൺയൂഷ്വലായിട്ട് നമുക്ക് തോന്നും, എങ്ങനെയാണ് ഈ പോലീസുകാർ പട്ടാളക്കാരെ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ ഇത് അൺയൂഷ്വൽ അല്ല, ബിക്കോസ് നമ്മൾ ഇങ്ങനത്തെ വാർത്തകൾ ഒരുപാട് തവണ കേൾക്കുന്നുണ്ട്. വാട്ട് ഈസ് ഹാപ്പനിങ്? പോലീസിന് നേരെ പട്ടാളം എന്ന് കേൾക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ പട്ടാളത്തിന് നേരെ പോലീസ് എന്ന് പറയുന്നത് ഒരു അസ്വാഭാവികതയില്ലേ? ഇയാൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പക്ഷെ അതിനകത്തുള്ള സങ്കടകരമായ കാര്യം, ഈ പട്ടാളക്കാരെ പോലീസുകാരെ ആക്രമിക്കുന്ന 10 ഇൻസിഡൻറ്റിൽ ഒരു ഇൻസിഡൻറ്റ് ചിലപ്പം പട്ടാളക്കാരൻ്റെ ലീവിന് വരുന്ന പട്ടാളക്കാരൻ്റെ ഐഹാൻഡ്നെസ് കൊണ്ട് ചിലപ്പോൾ സംഭവിക്കാം. എങ്കിൽ പോലും അവനെ അടിക്കരുത്. അവനെ റെസ്ട്രെയിൻ ചെയ്യാനുള്ള, അവനെ കൺട്രോൾ ചെയ്യാനുള്ള എന്തെല്ലാം മാർഗങ്ങൾ പോലീസിനുണ്ട്. അപ്പം ഈ ബാക്കി 10-ൽ 9 കേസ്, ഇപ്പോൾ ഒറീസയിൽ സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു, ഒരു ലെഫ്റ്റനൻറ്റിനെയും ഒരു ലെഫ്റ്റനൻറ്റിനെയും അയാളുടെ ഫിയാൻസെയും പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി സ്ട്രിപ്പ് ചെയ്ത് ആ കുട്ടിയെ അവമര്യാദയായിട്ട് ക്ലോത്തൊക്കെ വലിച്ചു കീറുകയും പോലീസ് സ്റ്റേഷനകത്ത് അവനെ ലോക്കപ്പ് ചെയ്യുകയും ചെയ്തു, സ്ട്രിപ്പ് ചെയ്ത്. സെർവിങ് ലെഫ്റ്റനൻറ്റിന് ഏത് പോലീസ് തന്നെ അടിക്കാനും ചവിട്ടാനും ചീത്ത വിളിക്കാനും അധികാരം ഉണ്ടെന്നല്ല. അതിന് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പേ അതെന്താ പട്ടാളക്കാർക്ക് കൊമ്പുണ്ടോ എന്ന് സാധാരണ ഇതിൽ ചോദിക്കും. കൊമ്പുണ്ട് എന്ന് തന്നെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിലിറ്ററിയിലെ ഓഫീസർ, ഞാൻ ജവാനെ മാറ്റി നിർത്തുക, പോലീസ് തന്നെ ജവാനെ മാറ്റി നിർത്തുക. ഈ ഓഫീസർ വിചാരിക്കാതെ പോലീസും പട്ടാളവും തമ്മിൽ സംഘടന ഉണ്ടാവില്ല. ഓഫീസർമാർ വിചാരിക്കണം. ഒരു IPS ഓഫീസർ, സബ് ഇൻസ്പെക്ടർ സെലക്ഷൻ ഉണ്ട്, കോൺസ്റ്റബിൾ സെലക്ഷൻ ഉണ്ട്, നമുക്ക് IPS സെലക്ഷൻ എടുക്കാം. IPS ഓഫീസേഴ്സും ലെഫ്റ്റനൻറ്റ്, ഇപ്പോൾ ലെഫ്റ്റനൻ്റ് ഉണ്ട്, നേരെ സെക്കൻഡ് ലെഫ്റ്റനൻറ്റ് സെലക്ഷനും നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. വൈ പട്ടാളം ഈസ് സുപ്പീരിയർ എന്ന് നമ്മൾ പറയുന്നത്, അവർ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആർമിയെ, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് വെപ്പൺസ്, അമേരിക്കയുടെയും ചൈനയുടെയും അല്ലെങ്കിൽ ചൈനീസ് PLA, അവരെയൊക്കെ ഉദാഹരണം ഇപ്പോൾ നമ്മുടെ ഗാൽവാനിൽ അവർ തോറ്റുപോയി. ആക്ച്വലി ചൈനീസ് തോറ്റുപോയി. 40 പേരോ മറ്റും, നമ്മുടെ റിപ്പോർട്ടല്ല, വെളിയിലത്തെ റിപ്പോർട്ട് 40 പേര്, നമുക്ക് 20 പോയപ്പോൾ അവർ 40 പോയി. അവർ കടന്നു കയറിയാണ്. അപ്പോൾ അത്ര ബെസ്റ്റ് സർവീസ്. അത് പിന്നെ ഭയങ്കരമായ, അതൊന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ കോച്ചി വിറയ്ക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ സിയാച്ചിൻ ഗ്ലേഷ്യറിൽ പാകിസ്ഥാൻ പട്ടാളക്കാരുടെ, ചൈനക്കാരുടെ വെടികൊണ്ടല്ല മരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പട്ടാളക്കാർ മരിക്കുന്ന വില്ലൻ ക്ലൈമറ്റ്. അപ്പോൾ അത്രമാത്രം കഷ്ടപ്പെട്ട് അവർ ഈ ഇതുപോലുള്ള ബെസ്റ്റ് ട്രെയിൻഡ് ആയിട്ടുള്ള ശത്രുക്കളെ അവർ നേരിടുന്നവരാണ്. പിന്നെ നമ്മൾ പോലീസുകാർ ഡ്യൂട്ടി ചെയ്യുന്നു, സമ്മതിച്ചു. പോലീസ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി നോക്കുന്നു. പോലീസുകാർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ട്രിവാൻഡ്രത്ത്, കേരളത്തിൽ പോലീസുകാർ ഇവിടെ അവരുടെ ഡ്യൂട്ടി, അവരുടെ പുറത്ത് അലിഗേഷൻ ഉണ്ടെങ്കിൽ തന്നെയും അവർ ഡ്യൂട്ടി കറക്റ്റാണ്, ഇവിടെ പോലീസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം വീട്ടിൽ രാത്രി കിടന്നുറങ്ങുന്നത്. അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു സംഘം കൊള്ളക്കാർ, മലയാളികൾ തന്നെ കൊള്ളക്കാർ വന്ന് കൊള്ളയടിക്കാത്തത് നമ്മളെ ഇവിടുത്തെ പോലീസ് ഉള്ളതുകൊണ്ടാണ്. അപ്പം ഒരു ഇൻറ്റേർണൽ സെക്യൂരിറ്റി അവർ അത് ചെയ്യുന്നുണ്ട്. പോലീസുകാർ കുറേ നല്ല ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് നല്ല ജോലി ചെയ്താലും ഇന്ത്യൻ ഡിഫൻസ് പേഴ്സണൽ ഉള്ളവരെ ആക്രമിക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. എനിവേ, IPS സെലക്ഷനും നമുക്ക് ലെഫ്റ്റനൻറ്റ് സെലക്ഷനും നോക്കാം. എന്തുകൊണ്ടാണ് ഇവർക്ക് കൊമ്പുണ്ട്, സുപ്പീരിയർ എന്ന് ഞാൻ പറഞ്ഞത്? ഒരു IPSകാരന് റിട്ടൺ ടെസ്റ്റിന് ഒരു ദിവസം, പ്രിലിമിനറിക്ക് ഒരു ദിവസം, റിട്ടൺ ടെസ്റ്റിന് ഒരു ദിവസം 2, അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിന് ഒരു ദിവസം 3.
ഇത്രയേ ഉള്ളൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്ന് ദിവസത്തെ പരിപാടിയേ ഉള്ളൂ. മിടുക്കനാണെങ്കിൽ IPS സെലക്ഷൻ കിട്ടും. അത് കഴിഞ്ഞ് നാഷണൽ പോലീസ് അക്കാഡമിയിൽ ട്രെയിനിങ്ങിന് പോകും. നമുക്ക് ലെഫ്റ്റനൻറ്റിന് എടുക്കാം. അല്ല, ലെഫ്റ്റനൻ്റ് എടുക്കുന്നതിന് മുമ്പ് പോലീസിൻ്റെ കാര്യം, IPS കാര്യം തന്നെ. IPS കാരന് ASP ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ DGP വരെ എന്ത് പോക്കൃത്തനം കാണിച്ച് പറയും. അങ്ങനെ ചെയ്താൽ ഇവിടെ ACR ഉണ്ട്, മറ്റുണ്ട്, മറിച്ചുണ്ട്. ഞാൻ 37 വർഷം പോലീസിൽ ജോലി ചെയ്തതാണ്, ഞാൻ കണ്ടതാണ്. എനിക്ക് 10 വർഷം മുമ്പുള്ള കാര്യങ്ങൾ പറയാം, എനിക്ക് ശേഷം 7 വർഷം റിട്ടയർ ചെയ്തിട്ട് 7 വർഷമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അമാസ്മെൻറ്റ് ഓഫ് വെൽത്ത് ഞാൻ ആരെയും ഇൻഡിവിജ്വലൈസ് ചെയ്ത് പറയുന്നതല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും ടാർഗറ്റ് ചെയ്ത് പറയുന്നതല്ല. ഏത് രാഷ്ട്രീയക്കാരൻ ഭരിച്ചാലും ഇന്ത്യയിലെവിടെയും ഈ IPS എന്ത് പോക്കൃത്തനം കാണിച്ചാലും ASP ആയിട്ട് ജോയിൻ ചെയ്താൽ അതിൽ DGP ആയിട്ട് തന്നെ റിട്ടയർ ചെയ്യും. അല്ലെങ്കിൽ പ്രായം കൂടുതലാണെങ്കിൽ ADGP ആയിട്ട് റിട്ടയർ ചെയ്യും. ഇതിൻ്റെ ഇടയിലൊന്നുമില്ല. ഞങ്ങളുടെ സബ് ഇൻസ്പെക്ടറുടെ അതിലും കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് പ്രൊമോഷൻ വേണം, ഞങ്ങൾക്ക് ടെസ്റ്റും മറിച്ചതൊക്കെ ഉണ്ട്. IPSകാർക്ക് ഒരു ടെസ്റ്റും ഇല്ല, ഒന്നുമില്ല. പിന്നെ അവരെ കുറേ കോഴ്സിനൊക്കെ പോവും. പക്ഷേ നിങ്ങളത് തോറ്റാൽ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യില്ല, ഒന്നുമില്ല. അവർക്ക് ACR മാത്രമേ ഉള്ളൂ. അതേസമയം സെക്കൻഡ് ലെഫ്റ്റനൻറ്റിൻ്റെ സെലക്ഷൻ നോക്കാം. ഇപ്പോൾ ലെഫ്റ്റനൻറ്റ്, ഇപ്പോൾ സെക്കൻഡ് ലെഫ്റ്റനൻ്റ് ഇല്ല, 10 ദിവസമാണ് ഒരു സെക്കൻഡ് ലെഫ്റ്റനൻ്റ് ആവണമെങ്കിൽ. ക്യാൻ യു ഇമാജിൻ? 10 ദിവസമുണ്ട് എല്ലാം കൂടെ ടെസ്റ്റ്. അത് പാസ്സായാൽ മാത്രമേ അയാൾക്ക് സെക്കൻഡ് ലെഫ്റ്റ്, അതായത് ആദ്യം കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് UPSCയുടെ എക്സാം ഉണ്ട്. അത് 90% അത് അതിനകത്ത് അഴിമതിയൊന്നുമില്ല, ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. 90% നമുക്ക് വയ്ക്കാം. IPSകാരുടെ അങ്ങനെയല്ല, കൂടുതൽ കറപ്ഷനുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുക എങ്ങനെ IPS കിട്ടിയെന്ന്, അങ്ങനെ വിചാരിക്കേണ്ടി വരുന്നുണ്ട് ഒരു ചെറിയ പെർസെൻറ്റ്. പക്ഷേ ഇവരുടെ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് പാസ്സായി, അത് കഴിഞ്ഞ് SSB സർവീസ് സെലക്ഷൻ ബോർഡ്, അത് NDA അല്ല, കുറച്ച് പേർക്ക് NDA എന്ന് SSBക്ക് നേരിടുക. എല്ലാവരും SSB അറ്റൻഡ് ചെയ്യണം. SSB അറ്റൻഡ് ചെയ്ത് എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ 10 ദിവസം സൈക്കോളജിക്കൽ ടെസ്റ്റ്, മറ്റ് ഒരുപാട് സൈക്കോളജിക്കൽ ടെസ്റ്റ് എഴുതണ്ട. പക്ഷെ ഒരാളെപ്പോഴും ഈ 10 ദിവസത്തിനകത്ത് എനിക്ക് 5 ദിവസം 6 ദിവസം ഒരു വലിയൊരു എക്സ്പെർട്ട് സൈക്കോളജിസ്റ്റാണോ സൈക്യാട്രിസ്റ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വാച്ച് ചെയ്യാൻ കാണും ഈ കാൻഡിഡേറ്റ്സിനൊക്കെ. എല്ലാം കൂടെ 10 ദിവസം. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സെലക്ഷൻ ഇല്ല. 10 ദിവസം എടുത്ത് ഒരാളെ കയറ്റാന്ന്. ശരി, ലെഫ്റ്റനൻ്റ് ആയാൽ തീർന്നോ? IMAയിലും ഇങ്ങനെ ഓരോ കോളേജസൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഈ ലെഫ്റ്റനൻ്റ് ആയാലും സെക്കൻഡ് ലെഫ്റ്റനൻ്റ് കേണൽ വരെ ടൈം സ്കെയിൽ പ്രൊമോഷനാണ്. സ്റ്റിൽ ഇവിടെ IPSകാർക്ക് പിന്നെ IPS IAS IFS ആരും മോശമല്ല, ഞാൻ അവരുടെ എല്ലാം പറയുന്നു. ടൈം സ്കെയിലാണ് അങ്ങ് അറ്റം വരെ, DGP വരെ ടൈം സ്കെയിലാണ്. ഇത് ടൈം സ്കെയില് സെക്കൻഡ് ലെഫ്റ്റനൻ്റ് കേണൽ വരെ ഉള്ളൂ. എങ്കിലും ഇതിൻ്റെ ഇടയിൽ ചിലപ്പം അവർ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഇപ്പോൾ പല ടെസ്റ്റുകളും അത് ഇതൊക്കെ ഉണ്ട്. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി പിന്നെ ഫിസിക്കലി ഭയങ്കര ഫിറ്റായിരിക്കണം. ഫിറ്റായിരുന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം വല്ലവരുടെ കയ്യിലിരിക്കും. അവർ ഫിറ്റാണ് കമ്മീഷൻഡ് ഓഫീസേഴ്സ്. സോൾജറും നോൺ കമ്മീഷൻഡ് ഓഫീസേഴ്സും ഫിറ്റാണ്. ഫിറ്റായിട്ട് അല്ലാത്തവൻ അവിടെ അതിനകത്ത് സർവൈവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പോലീസിന് എവിടെ എന്ത് ഫിറ്റ്നസ്സാണുള്ളത്? ഒരു ഫിറ്റ്നസ്സും ഇല്ല. അവനവന് ഫിറ്റ്നസ് വേണമെങ്കിൽ പോവുക, ഫിറ്റായിരിക്കുക. അല്ലാതെ നിങ്ങൾ അത് ചെയ്തോ ഇത് ചെയ്തോ, നിങ്ങളുടെ കുടവയർ അളക്കാൻ അങ്ങനത്തെ പരിപാടികളൊന്നും പോലീസില്ല. പക്ഷേ ആർമിയിലുണ്ട്, കുടവയറൊക്കെ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് വരും. എന്നിട്ട് ഈ ലെഫ്റ്റനൻ്റ് കേണൽ വരെ എത്തിയെന്ന് വെച്ചോളൂ. ഒരാൾ ലെഫ്റ്റനൻ്റായിട്ട് കയറിയിട്ട് കേണലായി കഴിഞ്ഞാൽ പിന്നെ ഫുൾ കേണലുണ്ട്. അത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്, എല്ലാവർക്കും കിട്ടില്ല. അപ്പോൾ എൻ്റെ എനിക്കൊരു നേരിട്ടറിയാവുന്ന ഒരു സംഗതി, ഈ SSB സെലക്ഷന് ഈ 10 ദിവസത്തെ ടെസ്റ്റെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു 30 വർഷം മുമ്പ്, ഇപ്പോൾ അതിനേക്കാളും ടഫാണ്. 30 വർഷം മുമ്പ് 52 പേര് പോയി ഒരു ബാച്ചായിട്ട് SSB സെലക്ഷൻ. 2 പേർക്കാണ് കിട്ടിയത്. 50 പേര് ഔട്ടായി.
അവരൊന്നും മന്ദബുദ്ധികളല്ല, വളരെ മിടുക്കനും നല്ല പ്രിപ്പയർഡ്, ഒരുപാട് പിന്നെ കോച്ചിങ് ക്ലാസ്സിലൊക്കെ പോയിട്ട് ഇല്ല, കിട്ടിയില്ല. അതാണ് അവരുടെ ആ പാരാമീറ്റർ. ഡിഫൻസ്, ആർമി, എയർഫോഴ്സ്, നേവി എല്ലാം. അപ്പോൾ കേണലായിട്ട് ശരി, വളരെ ബുദ്ധിമുട്ടി കേണലായെന്ന് വെച്ചോളൂ. ഒരുപാട് ടെസ്റ്റുകളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞോ ബ്രിഗേഡിയർ ആവാനോ? ബ്രിഗേഡിയർ, മേജർ ജനറലൊക്കെ ആവാൻ എക്സ്ട്രീംലി മറ്റേ എന്താ ഖുറാനിലോ മറ്റോ പറയുന്ന പോലെ എന്താ ഒട്ടകം സൂചിക്കുഴയിൽ കൂടെ പോണ അത്ര ബുദ്ധിമുട്ടാണ് ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, എന്നാലും സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ അത് പറയാം. അതേപോലെ ബുദ്ധിമുട്ടാണ് സൂചിക്കുഴയിൽ കൂടെ ഒട്ടാൻ പോകും പോലെയാണ് പിന്നെ ഇവർ ബ്രിഗേഡിയറും മേജർ ജനറലും ഒക്കെ ആവുന്നത്. എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. അത് കേണലായി കഴിഞ്ഞാൽ ബ്രിഗേഡിയറും അല്ല, ഫുൾ കേണലാവണമെങ്കിൽ സ്റ്റാഫ് കോളേജിൽ പോകണം. വെല്ലിംഗ്ടണിലെ സ്റ്റാഫ് കോളേജിൽ പോകണം. എക്സ്ട്രീം 1 വർഷമാണ് ആ കോഴ്സ്. അതപ്പോൾ ഒരു 40 വയസ്സ് മിനിമം ആയി കാണും. 40 ഇയേഴ്സിനാണ് പോകുന്നത്. ഫിറ്റ്നസ് അവിടെ വളരെ പ്രധാനമാണ്. നമ്മുടെ ജനറൽസിനെ കണ്ടിട്ടില്ലേ ഈ ടി വിയിലൊക്കെ വരുമ്പോൾ, അവർക്ക് വലിയ കുടവയറില്ല. അപ്പം ചുരുക്കം പറഞ്ഞാൽ യു കനോട്ട് കമ്പയർ IPS വിത്ത് കമ്മീഷൻഡ് ഓഫീസേഴ്സ്. ദേ ആർ എബവ്, കട്ട് എബവ്. അല്ലെ IPS സ്വപ്പം ഇൻഫീരിയർ ആണ്, അതിനൊരു സംശയം വേണ്ട. അത് പറയണേ. പിന്നെ പേ ബാൻഡ് വെച്ചിട്ട് സല്യൂട്ട് ചെയ്യുന്നത് അതൊക്കെ വേറെ കാര്യങ്ങൾ. അപ്പം ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ എയർഫോഴ്സ്, നേവി, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷൻ നിൽക്കുന്നവർ, അവർ സുപ്പീരിയർ ഫോഴ്സാണ്, സംശയമൊന്നും. ഇപ്പോൾ പോലീസിന് വേറെയും ബ്രദർ ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, എക്സൈസ്, എൻഫോഴ്സ്, പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ ഫയർഫോഴ്സ്, അവരെല്ലാം ബ്രദർ ഓർഗനൈസേഷനാണ്. പക്ഷേ പോലീസ് ഈസ് എ സുപ്പീരിയർ ഓർഗനൈസേഷൻ. ജനറൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് പോലീസ് എന്ന് പറഞ്ഞ സുപ്പീരിയർ ഓർഗനൈസേഷൻ. അതേപോലെ പോലീസിനേക്കാളും ഉയർന്ന ഇത് തന്നെയാണ് മിലിറ്ററി ഓഫീസേഴ്സ്. അതിനൊരു സംശയമില്ല. ഇൻ എവ്രി വേ, ഏത് പാരാമീറ്റർ എടുത്താലും മിലിറ്ററി ഓഫീസേഴ്സാണ്. വെടിവെക്കാനായിരുന്നാലും ബോംബർ ചെയ്യാനായാലും എന്തിനും. നമുക്കൊക്കെ ലിമിറ്റഡ് ഇതേ ഉള്ളൂ, ആംസേ ഉള്ളൂ പോലീസിനൊക്കെ. പിന്നെ എക്സെപ്ഷൻസ് ഉണ്ട്. ചില പോലീസ് ഓഫീസർമാർ ഇപ്പോൾ ഗാലൻട്രി അവാർഡ്, പരമവിശിഷ്ട, അശോക ചക്ര, ഇതൊക്കെ ഇഷ്ടം പോലെ എല്ലാ വർഷവും ചുമ്മാ എടുത്ത് കൊടുക്കുകയില്ല, ഓൺ ദ ബേസിസ് ഓഫ് ദർ ആക്ടിവിറ്റീസാണ് കൊടുക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ പോലീസിൽ അങ്ങനെയല്ല. 10 പേർക്ക് ഇന്ത്യൻ പ്രസിഡൻസ് മെഡൽ കിട്ടുകയാണെങ്കിൽ അതിൽ ഞാൻ ആരെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുന്നില്ല, ഞാൻ കണ്ടതാണ്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു 3 പേര് യോഗ്യത ഉള്ളവനായിരിക്കും, ബാക്കി 7 പേർക്കും യോഗ്യതയില്ല. എൻ്റെ കീഴുദ്യോഗസ്ഥൻ അല്ലെങ്കിൽ എൻ്റെ മേലുദ്യോഗസ്ഥൻ പിരിക്കുകയും പോക്കൃത്തനം കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം. അപ്പോൾ അദ്ദേഹത്തിന് മെഡൽ കിട്ടുമ്പം പത്രം എഴുതിയെന്ന് പറഞ്ഞ് അയാൾ ആരാണ് അല്ലെങ്കിൽ ഞാൻ ആരാണെന്നുള്ളത് എൻ്റെ സബോർഡിനേഴ്സിനും എൻ്റെ സുപ്പീരിയേഴ്സിനും അറിയാം. പക്ഷേ എനിക്ക് മെഡൽ കിട്ടിയെന്ന് പറയുന്നത് അത് വേറൊരു ഇതാണ്. അങ്ങനെയല്ല പട്ടാളത്തിൽ മെഡൽ കൊടുക്കുന്നത്. കറപ്ഷൻ ചെറുതായിട്ട് സപ്ലൈസിലൊക്കെ മിലിറ്ററിയിലും ഉണ്ട്. പക്ഷേ അവർക്ക് ഈ രാഷ്ട്രീയക്കാരുമായിട്ട് വലിയ ബന്ധം വരുന്നില്ല പട്ടാളക്കാർക്ക്. അവർക്ക് ടോപ്പ് ലെവലിൽ ജനറൽ, അവർക്കൊക്കെ PM ആരെങ്കിലുമൊക്കെ വല്ല ഡിഫൻസ് മിനിസ്റ്ററൊക്കെ കാണുള്ളൂ. ഞങ്ങളുടേത് അങ്ങനെയല്ല. ഒരു IG വിചാരിച്ച ഒരു DYSP ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് ഇപ്പോഴെന്നല്ല, എപ്പോഴും. ഞാൻ കയറി അന്ന് തൊട്ട് ഞാൻ കാണുകയാണ്, 1981 തൊട്ട് ഞാൻ കാണുകയാണ്. അപ്പം വി ആർ വെരി ക്ലോസ് വിത്ത് പൊളിറ്റീഷ്യൻസ്. അപ്പം നമുക്ക് ആരെയും പേടിക്കണ്ട എന്നുള്ളൊരു തോന്നൽ വരും. പട്ടാളക്കാരങ്ങനെയല്ല. പട്ടാളക്കാർക്ക് അവരുടെ സീനിയർ ഓഫീസേഴ്സിനെ മാത്രം. അപ്പോൾ ഈ പൊളിറ്റീഷ്യൻസായിട്ട് കൂടുതൽ ചങ്ങാത്തം വരുമ്പം അത് അഡൾട്രേറ്റഡ് ആവും, ക്വാളിറ്റി ഓഫ് സർവീസ് അഡൾട്രേറ്റഡ് ആവും. അപ്പം പോലീസ് പിന്നെ ഡെമോക്രസിയുടെ ഒരു ഭാഗമുണ്ട്, കുറച്ച് രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ കുറച്ച് അടുപ്പം വരും. പക്ഷേ അതിനകത്ത് നല്ല പോലീസ് ഓഫീസർ, നല്ല IPS ഓഫീസേഴ്സ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അയാളെ അവിടെ പോസ്റ്റ് ചെയ്താൽ ശരിയാവില്ല, അയാൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പൊളിറ്റീഷ്യൻസ് പറയും. പട്ടാളക്കാരെല്ലാം അങ്ങനെയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനും ഏതെങ്കിലും ഒരു OC ഓഫീസർ കമാൻഡിങ് അല്ല പാങ്ങോട് ബ്രിഗേഡിയറെ വിളിച്ചിട്ട്, ഹലോ ബ്രിഗേഡിയർ ഇല്ലേ, ഞാൻ ഇന്ന ആളാണ്, നമ്മുടെ ഒരു കക്ഷിയാണല്ലോ അത് വേണ്ട, യു കനോട്ട് ഡ്രീം ഓഫ്. അതാണ് അവരുടെ സെറ്റപ്പ്. ഈ അസോൾട്ടിലേക്ക് വരുമ്പോൾ അതെ, അസോൾട്ടിലേക്ക് വരുമ്പോൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് വർക്ക് ചെയ്തെന്നാണ്. അല്ലല്ല, നെവർ. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ല.
ആക്ച്വലി ഇപ്പോൾ പഞ്ചാബിലെ പോലീസിന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ സുപ്പീരിയറിറ്റി കോംപ്ലക്സാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലീസുകാർ ഞങ്ങൾ ആരെയും അടിക്കും. പിന്നെ ഇഗ്നറൻസും ഉണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ പ്രൊസീജിയറൊന്നും പല പോലീസ് ഓഫീസർമാർക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ IPS അറിയാമായിരിക്കും, പക്ഷേ നോൺ IPS ആയിട്ടുള്ള എത്ര DYSPമാർക്ക്, എത്ര SIമാർക്ക്, എത്ര പോലീസുകാർക്ക്, പട്ടാളക്കാരെ എങ്ങനെയാണ് സെലക്ഷൻ ചെയ്യുന്നത്, അവരെന്താണ്, അവരൊറ്റ ഒരു പാരാമീറ്ററേ നോക്കുള്ളൂ. ഇവന്മാർ വിചാരിച്ചാൽ നമ്മളെ ഉപദ്രവിക്കാൻ പറ്റുമോ, എൻ്റെ പണി ഞാൻ സസ്പെൻഷൻ ആവുമോ, എൻ്റെ പുറത്ത് എൻക്വയറി വരുമോ, ഇതാണ് പാരാമീറ്റർ. അപ്പം ഹൈക്കോടതി ജഡ്ജി റിട്ടയർ ചെയ്തെന്ന് പറഞ്ഞ് ഹൈക്കോടതി ജഡ്ജിനെ ഇങ്ങോട്ട് മാറുന്നില്ലടാന്ന് ഏതെങ്കിലും പോലീസ് ഓഫീസർ അല്ലെങ്കിൽ പോലീസ് നമ്മുടെ കേരളത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയിൽ തന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താ പണി വരും എന്ന് കണ്ടിട്ടാണ്. അതുപോലെ തന്നെ പല രാഷ്ട്രീയക്കാർ ഒരു ബ്ലോക്ക് പ്രസിഡൻറ്റിനെ, കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻറ്റിനെ പോലീസ് സ്റ്റേഷനിൽ അയാൾ എന്താ പോക്കൃത്തനം കാണിച്ചാലും അയാളെ ഡീൽ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു CPMൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം എന്തെങ്കിലും തെറ്റ് കാണിച്ചാലും അദ്ദേഹത്തിന് ഡീൽ ചെയ്യുന്ന പോലെ ആണോ മിലിറ്ററി ഓഫീസേഴ്സിനെ ഡീൽ ചെയ്യുന്നത്? അല്ല. കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും SI CM വിചാരിക്കുക, അയാൾ പട്ടാളക്കാരൻ, ഇയാൾ എന്നെ എന്തോ ചെയ്യാൻ, അത് നോക്കി ഞങ്ങൾ വേണ്ട പോലെ ചെയ്യാം. അയാൾ എന്തുമാത്രം കഷ്ടപ്പെട്ട് ലീവ് എടുത്ത് അയാൾക്ക് വീട്ടിലൊരു പ്രശ്നം വരുമ്പം അയാൾ ഓടി വരുന്നതാണ്. പോലീസ് സ്റ്റേഷനിൽ വരുന്നത് അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് എൻഷുർ ചെയ്യാനാണ്, പോലീസ് എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ് വരുമ്പോഴാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നം, അതിർത്തിയിൽ പ്രശ്നമുണ്ട്. ഈ ലീവിനാണ് വന്ന് ലീവ് തന്നെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊക്കെ പട്ടാളത്തിൽ ചേർന്നെന്നും പറഞ്ഞ് പാരൻസിനെയും ഭാര്യയും എല്ലാവരെയൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അതപ്പം നമ്മുടെ അതിർത്തി കാക്കുന്ന ആളുകളാണ് പട്ടാളക്കാർ. അപ്പം നമ്മൾ ബെറ്റർ സർവീസ് അവർക്ക് ന്യായമില്ലെങ്കിൽ ചെയ്ത് കൊടുക്കണ്ട. പട്ടാളക്കാരനാണെന്നും പറഞ്ഞ് ന്യായക്കേട് പോലീസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പോലീസ് എന്തെല്ലാം ന്യായക്കേട് ചെയ്യുന്നു. പക്ഷേ പട്ടാളക്കാരെ വളരെ ഇൽ ട്രീറ്റ് ചെയ്യുന്നു. നമ്മുടെ എനിക്കൊന്ന് കഴിഞ്ഞ 2-3 വർഷം എടുത്തു കഴിഞ്ഞാൽ എവിടെയെന്നുള്ള ഞാൻ മറന്നുപോയി, പാരിപ്പള്ളിയിലാണോ അടൂരാണോ എന്ന് പറഞ്ഞോട്, ഈ രണ്ട് സ്റ്റേഷനിൽ എവിടെയാണ് ഒരു പട്ടാളക്കാരൻ്റെ കൈ അടിച്ചൊടിച്ചു നമ്മുടെ പോലീസുകാർ. ഒരു കാരണവശാലും അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. എപ്പോഴും ഈ പട്ടാളവും പോലീസും കേരളത്തിലെ പ്രശ്നം വരുമ്പോൾ ഓർമ്മ വരുന്നത് 1982 or 83 നേമം പോലീസ് സ്റ്റേഷനിൽ നേമത്തിൻ്റെ പുലി അതിർത്തിയായിരുന്നു മൂക്കുന്നിമല. ഇപ്പോഴും നേമം പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയാണ് മൂക്കുന്നിമല. ഇപ്പോൾ അത് മലയൻകിഴിയിലൊക്കെ മാറിയെന്ന് സംശയമുണ്ട്. ആ മൂക്കുന്നിമല എന്ന് പറയുന്നത് പട്ടാളക്കാരുടെയും എയർഫോഴ്സുകാരുടെയൊക്കെ സ്ഥലമാണ്. അത് അവരുടെ ഏരിയയാണ്. അപ്പം അന്ന് ഇത്ര അവയർനെസ് ഒന്നും പോലീസുകാർക്കും ഇല്ല. പക്ഷേ പോലീസുകാർക്ക് എപ്പോഴും ഒരു തോന്നലുണ്ട്, ആരടാ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് പട്ടാളക്കാരനെ ഏവനായിരുന്നാലും നമ്മളെ ഉപദ്രവിക്കാൻ പറ്റില്ലെങ്കിൽ അവനെ എല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം എന്നുള്ള ഒരു ഫീലിംഗ്, സുപ്പീരിയറിറ്റി കോംപ്ലക്സ് ഈ പോലീസുകാർക്കുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ദൊപ്പയ്യ നായക് എന്ന് പറഞ്ഞ ഒരു കർണാടകക്കാരൻ, അയാളെ സുബേദാർ മേജര മറ്റാണ്, അത് അവരുടെ അതിർത്തി, അവരുടെ സാധനമാണ്. അപ്പോൾ അയാളെ നോക്കുമ്പോൾ 2-3 പോലീസുകാർ ജീപ്പിൽ അവരതിർത്തി, പോലീസുകാർക്ക് അറിഞ്ഞൂടല്ലോ അതിർത്തി എന്ന്. അപ്പോൾ അവർ റെസ്റ്റ് ഇപ്പോൾ പാങ്ങോടെ ഞാൻ IPS കാരനാണെന്ന് പറഞ്ഞ് ഇടിച്ചു കയറാൻ പറ്റില്ല, പട്ടാളക്കാരൻ തടയും. അതേപോലെ തടഞ്ഞപ്പോൾ വാക്ക് തർക്കമായി. ദൊപ്പയ്യ നായിക്കിനെ, പക്ഷേ SIക്ക് എൻ്റെ ബാച്ച്മേറ്റാണ്, SIക്ക് എക്സ്പീരിയൻസ് വളരെ കുറവായിരുന്നു. പക്ഷേ പോലീസുകാരെങ്കിലും പറഞ്ഞു കൊടുക്കണമായിരുന്നു. അല്ലെങ്കിലും ഞങ്ങൾക്ക് ട്രെയിനിങ് സമയത്ത് ഈ മിലിറ്ററി ഓഫീസേഴ്സിൻ്റെ അതൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. റാങ്ക് എന്താണ്, എങ്ങനെ അതൊക്കെ അന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഓർമ്മയുണ്ട്. മരിച്ചു നന്ദകുമാർ സാർ IPS, അദ്ദേഹം ഞങ്ങൾ ക്ലാസ് എടുത്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ അതൊക്കെ അറിയാമായിരുന്നു. എന്തോ SI ഈ ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് തിങ്സ്. ഇവനെ പിടിച്ച്, ദൊപ്പയ്യ നായക്കിനെ പിടിച്ച് ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നല്ല ഇടിയും കൊടുത്ത് ലോക്കപ്പ് ചെയ്തു. അവൻ റിയാക്ട് ചെയ്യും. കാര്യം അവൻ സുപ്പീരിയർ ഫോഴ്സാണ്. ഏത് പോലീസുകാരാണ് നമ്മുടെ അതിർത്തിയിൽ കയറുന്നതെന്ന്. അപ്പോൾ അവൻ എപ്പോഴും റിയാക്ട് ചെയ്യും. പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവന് പേടിയൊന്നുമില്ല, അവൻ പട്ടാളക്കാരനല്ലേ, അവൻ എന്തോന്ന് പേടിക്കാൻ. അപ്പം ഫിയേഴ്സായി പോലീസുകാരുടെ പെരുമാറ്റം. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാനിത് ക്ലോസ് ആയിട്ട് പഠിച്ച ഒരു സംഭവമാണ്. രാത്രിയായപ്പം ഒരു 8-10 മണിയായപ്പം നെയ്യാറ്റിങ്കര നിന്ന് വരുന്ന റോഡ് ഒരു ട്രക്ക് പട്ടാളക്കാർ വന്ന് ബ്ലോക്ക് ചെയ്തു. ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്ന വേറൊരു ട്രക്ക് വന്ന് ബ്ലോക്ക് ചെയ്തു. എല്ലാവരും 15 മിനിറ്റും ഉണ്ട്. എരച്ച് കയറി നേമം സ്റ്റേഷനിൽ. ദൊപ്പയ്യ നായക്കനെ അകത്തിട്ട് പൂട്ടിയെന്ന് ഇടിച്ച് പൊളിച്ചു, ലോക്കപ്പ് ഇടിച്ച് പൊളിച്ച്, ഇരുമ്പിലെ ഗ്രില്ലാണ്. ദൊപ്പയ്യ നായകനെ വിളിക്കാൻ അവിടെ നിന്ന പോലീസുകാരനെയൊക്കെ ഓടിച്ചിട്ടടിച്ചു.
തുണിയില്ലാതെ ഓടിച്ചിട്ടടിച്ചു പട്ടാളക്കാർ. SI ക്വാർട്ടേഴ്സിലായിരുന്നു. രാത്രി ആരോ ചെന്ന് പറഞ്ഞ് അയാൾ തുണിയില്ലാതെ ഇറങ്ങി ഓടി. എന്നുവെച്ചാൽ പട്ടാളക്കാരെ പാങ്ങോട് പട്ടാളക്കാരെ ആക്രമിച്ചു എന്നുള്ളതാണ്. കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അയാൾ ജീവനോടെ ഉണ്ടാവുമോ എന്ന് സംശയമുണ്ട്. പട്ടാളക്കാർ ചെയ്തതെല്ലാം ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞു. അതിനുശേഷം ഇവിടെ വലിയ വിഷയമുണ്ടായി. പിന്നെ ഞങ്ങളുടെ അന്നത്തെ റൂറൽ SP IG അന്ന് SP സുരേന്ദ്രൻ എന്ന് പറഞ്ഞ IPS. അപ്പോൾ അദ്ദേഹം ഈ പട്ടാളക്കാരെ സോപ്പിടാൻ വേണ്ടി പാങ്ങോട് ചെന്നു. അവർ മൈൻഡ് ചെയ്തില്ല, ശ്രദ്ധിച്ചില്ല, അപമാനിച്ചു വിട്ടു. DGP ഒക്കെ കേസെടുക്കാൻ പറഞ്ഞ് കേസെടുത്ത്. പക്ഷേ ഇവരെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് കളഞ്ഞു. ആര് വന്നു ഒന്നും അവർ ലിസ്റ്റൊന്നും കൊടുത്തില്ല. കൊടുത്തു, പോലീസുകാർ നോട്ടീസൊക്കെ കൊടുത്തപ്പം അവരൊന്നും റിയാക്ട് ചെയ്യാൻ പോയില്ല. അപ്പം അതൊരു വല്ലാത്ത സിറ്റുവേഷനാണ്. ഇപ്പോൾ പട്ടാളക്കാരങ്ങനെ, ഇപ്പോൾ പഞ്ചാബ് പോലീസിൽ അദ്ദേഹം വെറ്ററാണെങ്കിൽ പോലും 72 വയസ്സായ മനുഷ്യൻ ഡെക്കറേറ്റഡ് ഓഫീസറാണ്. അദ്ദേഹത്തിന് ഒരു പാർക്കിംഗ് പ്ലേസിലൊരു ചെറിയ തർക്കം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ പോലീസുകാർ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അത് 72 വയസ്സായില്ലേ, പോട്ടെ, ഡെക്കറേഷനും ആർമിയെല്ലാം പോട്ടെ, 72 വയസ്സായ ഒരു മനുഷ്യൻ അയാൾ ഈ ഇൻസ്പെക്ടർ അടുത്തും പോലീസുകാരുടെ അടുത്തും എന്ത് വയലൻ്റ് ആവാനാണ്? മദ്യപിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, മകനും ഉണ്ട്. അപ്പം ഇവർ വളരെ മോശമായിട്ട് പെരുമാറി. അത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അത് പുഷ്പേന്ദ്ര സിംഗ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഭീഷണിപ്പെടുത്തി എൻകൗണ്ടറിൽ തട്ടിക്കളയും. അത് ഈ 2025 നടന്ന സംഭവമാണ്. എൻകൗണ്ടറിൽ പോലീസുകാർ പറയുകയാണ് പട്ടാളത്തിന് റിട്ടയർ ചെയ്താലും അച്ഛൻ വയസ്സായെന്ന് പറഞ്ഞ് കിളവനാണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയാം. അയാൾ വയസ്സായ അയാൾ ഇനിയിപ്പോൾ എന്താ? അങ്ങനെയല്ലല്ലോ. ഓൾഡ് ഏജ് സീനിയർ സിറ്റിസൺ എന്ന് പറയും, പ്രത്യേകിച്ച് ഡെക്കറേറ്റഡ് ഓഫീസർ ആകുമ്പോൾ നമ്മളൊരു പ്രത്യേക രീതിയിൽ അങ്ങനെ എന്തുമാത്രം ഡെക്കറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അച്ചീവ്മെൻറ്റ്സിൻ്റെ പുറത്താണ് പട്ടാളത്തിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എൻകൗണ്ടർ തട്ടിക്കളയുന്നത്. അപ്പം ഞാൻ അത് വായിച്ചിട്ട് ഞാൻ ചിരിച്ചു. പക്ഷേ നമ്മുടെ ഇവിടുത്തെ മീഡിയ ഒന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അത് വളരെ കഷ്ടമായിപ്പോയി. മീഡിയ അവയർനെസ് നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കണമായിരുന്നു. അവസാനം ജനങ്ങൾ പറയണമായിരുന്നു ഇനഫ് ഈസ് ഇനഫ് എന്ന് ജനങ്ങൾ അവസാനം പറയണം ഈ അവയർനെസ് വരുമ്പം. അപ്പം ഈ എൻകൗണ്ടറിൽ തട്ടിക്കളയെന്ന് പറഞ്ഞപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു. ഈ എൻകൗണ്ടറിൽ കൂടിപ്പോൾ ഒരു AK-47 അല്ലെങ്കിൽ AK-56 അല്ലെങ്കിൽ മാക്സിമം നാണമം പിസ്റ്റൾ വെച്ചല്ലേ ഇവർ അത് പോലീസുകാർക്ക് ഉപയോഗിക്കാൻ അറിയാം. ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് വെപ്പൺസ് ഉപയോഗിക്കുന്ന ആളുകളാണ് ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവിയൊക്കെ. അവരെ എൻകൗണ്ടറിൽ തട്ടിക്കളയെന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ മറ്റേ ആശാനില്ല അമിട്ട്, അയാളടുത്ത് പറയുകയാണ്. അയാളടുത്ത് ചെന്നിട്ട് ഈ ഉടുക്കിങ്ങനെ കൊട്ടിയിട്ട് താൻ പേടിച്ച എന്ന് പറയുമ്പോഴാണ് ഈ പഞ്ചാബിലെ പോലീസുകാർ പട്ടാളക്കാരടുത്ത് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അത് വളരെ മോശമായ ഒരു സംഗതിയായിപ്പോയി. പലരുമൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്, അത് മിലിറ്ററി ഓഫീസേഴ്സ് റിട്ടയർ ചെയ്തതും സെർവിങ് പറയില്ല, പക്ഷേ സെർവിങ് ആയിട്ടുള്ള മിലിറ്ററി ഓഫീസേഴ്സും ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ട് തന്നെയാണ് സീനിയർ ഓഫീസേഴ്സും. നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെയും ഡിഫൻസ് മിനിസ്റ്ററുടെ ഒക്കെ അഡ്വൈസേഴ്സ് കുറേ പേര് വളരെ സീനിയേഴ്സ്. പേഴ്സണൽ ഗ്രഡ്ജോ അങ്ങനെ എന്തെങ്കിലും മാത്രമുണ്ടോ? അങ്ങനെ വരാനുള്ള സാധ്യത അങ്ങനെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അഥവാ അങ്ങനെ പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ അപ്പം ഞാൻ ഈ നിയമത്തെ കാര്യം പറഞ്ഞു. നിയമം പോട്ടെ, അത് വേറെ കുറേ വർഷം മുമ്പാണെന്നാണ്. എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാൻ മെഡിക്കൽ കോളേജിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോൾ 98-ൽ. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ മിലിറ്ററി ഓഫീസേഴ്സിനെ പറ്റിയൊക്കെ ഞാൻ നന്നായിട്ട് പഠിച്ച് നടക്കുന്ന ഒരാളാണ്. മിലിറ്ററി ഓഫീസേഴ്സിനെ ഞാൻ കറക്റ്റായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ VVIP ഡ്യൂട്ടിയൊക്കെ ചെയ്യുമ്പോൾ ബ്രിഗേഡിയർ, മേജർ ജനറൽ, എയർഫോഴ്സ് ഓഫീസേഴ്സ് അവരൊക്കെ ഇങ്ങനെ പാസ് ചെയ്യും. നമുക്ക് സ്റ്റാർ കാണുമ്പോൾ അറിയാം. എന്നെ സല്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഇവരാരും എന്നെ ഒന്നും ചെയ്യാനില്ല. ഞാൻ കറക്റ്റായിട്ട് എൻ്റെ സീനിയേഴ്സിനെ പൊളിറ്റീഷ്യനെ സല്യൂട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. പക്ഷേ ഈ പാവങ്ങളെ സല്യൂട്ട് ചെയ്യാൻ ആരുമില്ല. ഞാൻ പ്രോപ്പറായിട്ട് സല്യൂട്ട് ചെയ്യുകയും ഞാൻ എപ്പോഴും ഓർക്കും ബാക്കിലിരുന്നുകൊണ്ട് തിരിച്ച് പ്രോപ്പറായിട്ട് എൻ്റെ കോംപ്ലിമെൻറ്റ് റിസീവ് ചെയ്യുകയും ചെയ്യും മിലിറ്ററി ഓഫീസേഴ്സ്. അതെപ്പോഴും ഞാൻ ഓർക്കും. ഞാൻ SP ആയിരിക്കുമ്പോൾ പോലും ഞാനത് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എയർ വൈസ് മാർഷൽ പോകുമ്പോൾ ഞാൻ ഡ്യൂട്ടിയിലാണെങ്കിൽ, റോഡിൽ ഡ്യൂട്ടിയിലാണെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് ഞാൻ കോംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ മെഡിക്കൽ കോളേജിൽ CA ആയിരുന്ന സമയത്ത് 98-ൽ ഈ നമുക്ക് എയർഫോഴ്സ് സ്റ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ബാറിൽ എയർഫോഴ്സ് ഒരു അടിയുണ്ടാക്കി എന്നൊരു വിഷയം. അപ്പം അങ്ങനെ പോലീസുകാർ പോയി 2 എയർമെൻ, വെറും എയർമെൻ അല്ല, എന്താ ഫ്ലൈറ്റ് സർജൻറ്റോ അങ്ങനെ,
അപ്പം യൂണിഫോമിലാണ് അവർ, യൂണിഫോമിൽ ബാറിൽ വന്നു, വെരി സീരിയസ് തിങ്. അപ്പം അവിടെ അടിയുണ്ടാക്കി, ബാറുകാർക്കൊന്നും ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പോലീസുകാരെല്ലാം കൂടെ ചെന്ന് വളഞ്ഞിട്ട് പിടിച്ച്. ഈ നിയമം വിഷയം നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തെ പോലീസ് എല്ലാവർക്കും അറിയാം ഏകദേശം. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ചെറിയൊരു കോഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പോലീസുകാർക്ക് എപ്പോഴും ബ്രീഫ് ചെയ്ത് കൊടുക്കും. ഈ വെള്ളിയാഴ്ച പരേഡ് സമയത്തും ചൊവ്വാഴ്ച പരേഡ് സമയത്തൊക്കെ ഞാൻ ഈ പട്ടാള ഓഫീസേഴ്സിനെ പറ്റി അവർക്ക് ബ്രീഫ് ചെയ്യും. അതൊക്കെ കൊണ്ടായിരിക്കാം അവരൊന്നും ചെയ്തില്ല. ഇവരെ പിടിച്ച് ബലം പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ ഞാനിങ്ങനെ ഞാൻ ഇരുന്ന് ഇവരെടുത്ത് സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ മദ്യപിച്ചിരിക്കുകയാണ്, നിങ്ങൾ അവിടെ കൊണ്ട് അടി ഉണ്ടാക്കി ശരിയല്ല, ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യാം, അവർക്ക് പരാതി ഉണ്ടെങ്കിൽ എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പം ഇവന്മാർ രണ്ടുപേരും കൂടെ ആദ്യം ഒരുത്തൻ ചാടി എൻ്റെ തലയിലടിച്ചു. ഞാനിങ്ങനെ ഇരിക്കുകയാണ്, ഇവന്മാരെ ഞാൻ ഇരുത്തിയാണ് സംസാരിക്കണം. ഇവരെ ക്രിമിനൽസിനെ പോലെ നിർത്തിയല്ല ഞാൻ സംസാരിക്കും, ഇരുത്തി സംസാരിച്ചു. യൂണിഫോമല്ലേ, എയർഫോഴ്സിൻ്റെ യൂണിഫോമല്ലേ. ഒരുത്തൻ ചാടി എന്നെ, ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല, തലയിലടിച്ചു. മറ്റവൻ കയറി എൻ്റെ യൂണിഫോമിൽ കുത്തിപ്പിടിച്ച് എൻ്റെ ബട്ടൺസ് എല്ലാം പൊട്ടി, എനിക്ക് യൂണിഫോം കീറിപ്പോയി. അത്ര ശക്തമായിട്ട് പിടിച്ച്. ഞാൻ പിന്നെ അത് റിലീസ് ചെയ്യിപ്പിച്ച് ഞാൻ അപ്പോൾ പോലീസുകാരങ്ങ് വയലൻ്റായി നാച്ചുറലായിട്ട്. അപ്പം ഞാൻ പറഞ്ഞ് നോ, ഒന്നും ചെയ്യരുത്, ഹാൻഡ് കഫിങ് എടുക്കാൻ പറഞ്ഞു. ഹാൻഡ് കഫ് എടുത്ത്, അന്ന് പെപ്പർ സ്പ്രേ ഒന്നും ഇല്ല, ഹാൻഡ് കഫ് എടുത്ത് ബലം പിടിച്ച് ഇവരെ ബാക്കിൽ ഹാൻഡ് കഫ് ചെയ്ത് അവിടെ ഇരുത്തി. എന്നിട്ട് എയർഫോഴ്സ് സ്റ്റേഷനെ വിളിച്ചിട്ട് മിലിറ്ററി പോലീസിനെ ഞാൻ അറിയിച്ചു. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു തമ്പി എന്ന് പറഞ്ഞൊരു മേജറാണ്, എയർഫോഴ്സ് ഓഫീസറല്ല, എങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ മേജർ അവിടെ വന്നത്. അദ്ദേഹത്തെ അറിയിച്ചു. 15 മിനിറ്റിനകത്ത് 2 ജീപ്പിൽ അവിടെ വന്ന് എയർഫോഴ്സുകാരെ അവർ പൊക്കിക്കൊണ്ട്. അപ്പം നമ്മളെ പോലീസിലാണെങ്കിൽ പിന്നെ അത് തീർന്ന്, പിടിയുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല. എന്നെ ഒരു 2-3 മാസത്തിന് ശേഷം എനിക്ക് സമൻസ് അയച്ചു, അവരുടെ കോർട്ട് മാർഷൽ ചെയ്തു. എൻ്റെ അറിവ് അവരെ ഡിസ്മിസ് ചെയ്തെന്നാണ്. അങ്ങനെ മിലിറ്ററിയിൽ ചെയ്യേണ്ട വിധത്തിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പോലീസുകാർ നമുക്കൊരു ഹാൻഡ് കഫ് ചെയ്യാമല്ലോ. എന്തിനാണ് ഈ ഒരു പട്ടാളക്കാരെ അടൂരം മറ്റൊക്കെ അടിച്ചെന്ന് പറഞ്ഞു, അവനെ ഹാൻഡ് കഫ് ചെയ്തൂടെ? എന്തിനാണ് അവൻ്റെ അടുത്ത് അധികം സംസാരിക്കാൻ വേണേ? അപ്പോൾ ഇമ്മീഡിയറ്റ് ഹാൻഡ് കഫ് ചെയ്യും. നമ്മൾ കണ്ടിട്ടില്ലേ US ആരെ പിടിച്ചാലും ഉടനെ അവരെ ഹാൻഡ് കഫ് ചെയ്യും. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. റിട്ടയർ ചെയ്ത ഒരു DGPയെ റിട്ടയർ ചെയ്ത് ഈ ഇപ്പോൾ പാർക്കിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നമുണ്ടായി. എക്സൈസുകാരുമായിട്ട് പ്രശ്നം ഉണ്ടായെന്ന് വെച്ചോ, എക്സൈസുകാരുമായിട്ട് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് പ്രശ്നമുണ്ടായി. അവിടെ ഇത്തിരി വയലൻസ് ഉണ്ടായി. അത് പോലീസുകാരെങ്ങനെ വ്യൂ ചെയ്യും? കൊള്ളാമെന്ന് അത് അയാൾ കറക്റ്റായിട്ട് പാർക്ക് ചെയ്യണമെന്ന് ഞാൻ അയാളെ പിടിച്ചുകളിലൊക്കെ ചെയ്തു. DGP പിടിച്ചുകളി എന്ന് വെച്ചോളൂ. അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. നമ്മളങ്ങനെ ചെയ്യരുത്. അവർക്ക് റാങ്ക് ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല. പ്രത്യേകിച്ച് പട്ടാളക്കാരോട് നമ്മൾ വളരെ മാന്യമായിട്ട് വേണം. പട്ടാളക്കാർ നമ്മുടെ രാജ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ്. അവർ സുപ്പീരിയർ ഫോഴ്സാണ്. പോലീസുകാരൊന്ന് അടങ്ങണം. പോലീസുകാർ മറ്റുള്ളവരുടെ അടുത്ത് അടങ്ങുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈക്കോടതി ജഡ്ജസിൻ്റെ അടുത്തോ സെഷൻസ് ജഡ്ജിൻ്റെ അടുത്തോ റിട്ടയർ ചെയ്ത സെഷൻസ് ജഡ്ജാണെങ്കിൽ പോലും ഞങ്ങൾ പോലീസുകാർ പിന്നെ രാഷ്ട്രീയക്കാരാണെങ്കിലും ഒരു പ്രത്യേക രീതിയിലാണ് പെരുമാറുന്നത്. എന്ന് പറഞ്ഞാൽ അവനവൻ്റെ സ്കിന്ന് പൊള്ളും എന്ന് വെച്ചിട്ട്. അതെന്താ ഈ പട്ടാളക്കാരോട് കാണിക്കാത്തത്? പട്ടാളക്കാരോട് വരുമ്പോൾ മനുജ നേരത്തെ ചോദിച്ച പോലെ പെട്ടെന്നൊരു സുപ്പീരിയർ ഇതൊന്നും അതിങ്ങനെ സാധുക്കളാണ് അവന്മാർ തിരിച്ച്. പക്ഷേ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാ ആർമി ചീഫും എയർഫോഴ്സ് ചീഫും ഇങ്ങനെ സംയമനം പാലിക്കണമെന്നില്ല. അവർ ശരി ഇനഫ് ഇസ് ഇനഫ്, യുവമാർക്ക് പണി കൊടുക്കണം എന്ന് തീരുമാനിച്ച് അങ്ങനെ നടക്കുമെന്നല്ല ഞാൻ പറഞ്ഞു. എരച്ച് കയറിയാണ് മിലിറ്ററി പോലീസ് ഒരു 2 ട്രക്കിൽ എരച്ച് കയറി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, പഞ്ചാബ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ പഞ്ചാബ് പട്യാല സിറ്റി കമ്മീഷൻ, ജലന്ധർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസർ റെയ്ഡ് ചെയ്ത അവിടെ നിന്ന് പോലീസുകാരെയൊക്കെ അടിയും കൊടുത്ത് കമ്മീഷണർക്ക് 2 അടി കൊടുത്ത് എന്തോ ചെയ്യും അവരെ. പട്ടാളക്കാരെ അങ്ങനെ വെറുപ്പിക്കാൻ പറ്റില്ല. ഈവൻ ഫെഡറൽ ഗവൺമെൻറ് ആയാലും ശരി തന്നെ, സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും തന്നെ. പട്ടാളക്കാരൊരു തീരുമാനമെടുത്തു. കുറേ നാളായി ഞങ്ങളെ അടിക്കുന്നു, നിങ്ങൾ യാതൊരു നടപടി എടുത്തില്ല, അന്വേഷണ കമ്മീഷനെ വെച്ചോ, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് ഒട്ടും ശരിയല്ല. വളരെ വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള ബ്യൂറോക്രസി തമ്മിലുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. ബ്യൂറോക്രാസി തമ്മിലുള്ള അല്ലെങ്കിൽ പറഞ്ഞ പോലെ സെർവൻസ്, ഇന്ത്യയുടെ സർവീസ് സെക്ടറിലുള്ള ഇങ്ങനെയുള്ള ആളുകൾ തമ്മിലുള്ള ഈഗോയിസ്റ്റിക്കുള്ളൊരു കേവലം ഒരു കാഴ്ചയായിട്ടല്ല നമുക്കിതിനെങ്ങനെ
വളരെ കുറച്ച് ഇൻസിഡൻസ് അല്ലേ ഉള്ളൂ. ഒരു യൂഷ്വലി എല്ലാവരും തമ്മിൽ എപ്പോഴും ഒരു ഇഷ്യൂ നടക്കുന്നില്ല. അപ്പം നമുക്ക് ചെറി പിക്ക് ചെയ്തിട്ട് പട്ടാളക്കാർക്കെതിരെ പോലീസ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പറ്റില്ലല്ലോ. അല്ല, അത് ശരി, പാർഷ്യലി മനുജ പറഞ്ഞ കറക്റ്റാണ്, ഈഗോയിസ്റ്റിക് ഉണ്ട്. പക്ഷെ അതൊരു ശരിയാണത്. ഈ പോലീസുകാർക്ക് ഈഗോയിസം, ഞാൻ പറഞ്ഞ നേരത്തെ 2-3 ഗ്രൂപ്പുകാർ പറഞ്ഞില്ല, അതില്ലല്ലോ. ഈ എന്തിനാ പട്ടാളക്കാരോട് അങ്ങനെ തോന്നുന്നത്? അത് ഒട്ടും ശരിയല്ല. അവർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നൊരു തോന്നൽ പോലീസുകാർക്കുണ്ട്, ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും രാഷ്ട്രീയക്കാരെന്ന്. അത് അങ്ങനെ ഇറ്റ് ഷുഡ് നോട്ട് അലോ ടു കണ്ടിന്യൂ ടു ഹാപ്പൻ. അത് ഒരു ഡിസ്ഗ്രേസ്ഫുള്ളാണ്. പിന്നെ അതിന് ഞാൻ പറയുന്ന ഈ ഇൻസിഡൻറ്റോടെയെങ്കിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും വേണ്ടപ്പെട്ടവരെല്ലാം, പഞ്ചാബ് പോലീസ് മാത്രം വിചാരിച്ചാൽ പോരാ, ഒരു സ്ഥിരം ബോഡി ഉണ്ടാക്കണം. പിന്നെ ഒരു ഫോറം അല്ലെങ്കിൽ ബോഡി, അല്ലെങ്കിൽ ഒരു പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയാലും കുഴപ്പമില്ല. ഈ പട്ടാളം പോലീസ് തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ വരുമ്പം അത് അന്വേഷിക്കുകയും, ഞാൻ പറയുന്ന പട്ടാളക്കാരനെ അടിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് കേസ് എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പോലീസുകാർക്ക് പേടിയാവും. പട്ടാളക്കാരൻ്റെ ഐഹാൻഡ്നെസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്തെല്ലാം മാർഗങ്ങളുണ്ട്. വീഡിയോ ക്യാമറയുണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലും, അല്ലെങ്കിൽ മൊബൈലിൽ, സ്വന്തം മൊബൈലിൽ ചിത്രീകരിക്കാം. അങ്ങനെ എന്തെല്ലാം ഉണ്ട്. ഹാൻഡ് കഫുണ്ട്. അതെല്ലാം ചെയ്തിട്ട് ഇത് അല്ലാതെ ഈ പ്രതികളെ ഇടിക്കുന്ന പോലെ അടിക്കരുത്. അത് വളരെ ഡിസ്റ്റർബിംഗ് ആണ്. അപ്പോൾ ഒരു സ്ഥിരം ഒരു സംവിധാനം ഉണ്ടാവണം. ഇത് അന്വേഷിക്കാനുള്ള ഒരു ബോഡി ഉണ്ടാവണം. അത് ഇപ്പം നമ്മുടെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇവിടെ എല്ലാ സ്റ്റേറ്റിലും ഉണ്ടല്ലോ. അതിനേക്കാളും കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള, അപ്പോൾ പോലീസുകാർക്കൊക്കെ ഒരു ചെറിയ പേടി വരും. പട്ടാളക്കാരൻ പോലീസ് സ്റ്റേഷനിൽ വന്നാൽ അവനെ എങ്ങനെ ഡീല് ചെയ്യണം എന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പെപ്പർ സ്പ്രേ, ഹാൻഡ് കഫ്, വീഡിയോ ക്യാമറ. ഒരു പട്ടാളക്കാരനോടൊന്ന് ബലം ഉണ്ടാക്കിയാൽ മറ്റേ എൻ്റെ ഷർട്ട് പിടിച്ച് അവരുടെ ഗതിയാവും. എയർഫോഴ്സുകാർക്ക് ഉണ്ടായ ഗതി ഇവർക്കും ഉണ്ടാവും. അപ്പം അത് ചെയ്യുന്നില്ല. അത് വളരെ സാഡാണ്. ഷുവർ സർ. എന്തായാലും ഇന്ത്യനെ സംരക്ഷിക്കുന്ന ആളുകളാണ് പട്ടാളക്കാർ. ഡെഫിനറ്റ്ലി അവർക്കൊരു സുപ്പീരിയോറിറ്റി കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ എതിരഭിപ്രായമില്ല. പക്ഷെ അവർ അഗ്രസീവ് ആവുന്നൊരു സിറ്റുവേഷനിൽ മാന്യമായി അത്തരം ആളുകളെ ഡീൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. പോലീസുകാർ ഈ ഇന്റേണൽ സെക്യൂരിറ്റി ഉറപ്പാക്കുമ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്ന ആളുകളാണ് പട്ടാളക്കാർ. ഒരുപാട് നന്ദി സർ സംസാരിച്ചതിന്. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.